തലസ്ഥാനത്ത് എത്തിയ കോഴിക്കോട് കലോത്സവ സംഘത്തിലെ പ്രധാന സ്കൂളുകളിലൊന്നായ ചക്കാലക്കൽ ഹൈസ്കൂളിൽ നിന്ന് ഇത്തവണ മാത്രം 31 പേരാണ് മത്സരത്തിനെത്തിയിരിക്കുന്നത്. കോഴിക്കോടിന്റെ വിജയത്തിനായി വലിയ പിന്തുണ നൽകുമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ചക്കാലക്കൽ ഹൈസ്കൂളിൽ നിന്നും കോഴിക്കോട് നിന്നും നിരവധി സമ്മാനം ജില്ലാതലത്തിൽ നേടിയ ഒരു ടീമുണ്ട്. ആ സ്കൂളിന്റെ സംഘമാണ് നിൽക്കുന്നത്. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഞങ്ങൾ സ്കൂളിൽ നിന്ന് 3 ഗ്രൂപ്പ് ഐറ്റംസ്, പിന്നെ ഒരു ഇൻഡിവിജ്വൽ ഐറ്റം, ടോട്ടൽ 31 കുട്ടികൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് പങ്കെടുക്കുന്നുണ്ട്. സ്കൂളിൽ നിന്ന് കൂടുതൽ പങ്കെടുക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അല്ല, ഞങ്ങൾ ഇതിൻ്റെ ട്രെയിനേഴ്സാണ് ഇംഗ്ലീഷ് കിറ്റിൻ്റെ. ഇത് 2ാം തവണയാണ് സ്റ്റേറ്റിൽ വരുന്നത്. കഴിഞ്ഞ 3 തവണ ഇവർക്കായിരുന്നു സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. ഇത്തവണയും കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് സ്കൂളുകളെ അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളെ പരാജയപ്പെടുത്തിയാണ് ഒരു പൊതുവിദ്യാലയത്തിൽ നിന്നും മലയാളം മീഡിയത്തിലെ കുട്ടികളാണ് ഈ ഇംഗ്ലീഷ് കിറ്റിലൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പം ഒരുപാട് അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ പിന്തള്ളിയിട്ടാണ് ഈ ഒരു പൊതുവിദ്യാലയം ഇംഗ്ലീഷ് കിറ്റിന് തുടർച്ചയായിട്ട് ഇപ്പോൾ 2ാമതായിട്ടാണ് ഇപ്പോൾ സ്റ്റേറ്റിലേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 9 തവണയും സ്റ്റേറ്റിൽ എ ഗ്രേഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണയും എന്തായാലും ഇവർക്ക് പ്രൈസ് കിട്ടുന്നുള്ള ഉറപ്പാണ്. നല്ല പെർഫോമൻസാണ് കൂടുതൽ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇത്തവണ കൂടുതൽ കുട്ടികൾക്ക് സമ്മാനം നേടി കോഴിക്കോട് ജയിക്കുകയാണെങ്കിൽ ഈ സ്കൂളിന് വലിയൊരു പങ്കുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. കോഴിക്കോട് ഇത് നഗരത്തിൽ നിന്ന് മാറിയിട്ട് ഒരു ഗ്രാമമാണ് ശരിക്കും. അത് നരിക്കിനി എന്ന് പറഞ്ഞൊരു പഞ്ചായത്ത്, മടവൂർ പഞ്ചായത്തിലുള്ള ഒരു സ്കൂളാണത്. അപ്പോൾ നഗരത്തിൽ നിന്നും ഒരുപാട് ഉള്ളോടുള്ള ഒരു ഏരിയയിലുള്ള സ്കൂളാണത്. അർബൻ ഏരിയയിലുള്ള 4000 കുട്ടികൾ പഠിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ചക്കാലക്കൽ സ്കൂൾ. ആ സ്കൂളിൽ നിന്നാണ് നമ്മൾ 2ാം തവണയും സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇംഗ്ലീഷ് കിറ്റിൽ കുട്ടികൾ പങ്കെടുക്കുന്നത്. 31 കുട്ടികളാണല്ലേ? അപ്പോൾ 31 കുട്ടികളാണ് ഇവിടെ മത്സരിക്കാൻ കോഴിക്കോട് നിന്ന് ചക്കാലക്കൽ ഹൈസ്കൂളിൽ നിന്ന് മാത്രം എത്തിയിട്ടുള്ളത്. വലിയ ഒരു വിജയം ഉണ്ടാവുകയാണെങ്കിൽ ഈ സ്കൂളിന് ഒരു നിർണായക പങ്കുണ്ട് എന്ന് തന്നെയാണ് വന്നെത്തിയ വിദ്യാർത്ഥികൾ, അധ്യാപകരും ഒരേ സ്വരത്തിൽ പറയുന്നത്. അപ്പോൾ കൂടുതൽ സമ്മാനവുമായി കോഴിക്കോട് മടങ്ങുകയാണെങ്കിൽ അവർക്ക് വലിയൊരു പങ്കുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മത്സരമാണ് തുടങ്ങുന്നത്. ഇനി വരുന്ന 5 ദിവസം വാശിയേറിയ പോരാട്ടം തിരുവനന്തപുരത്തുണ്ടാകും. അത് ഈ വടക്കൻ ജില്ലകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു മത്സരമാണെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി വരുന്ന ജില്ലകളുടെ ഒരു ആഘോഷം കൂടി മനസ്സിലാക്കണം. അവരുടെ മത്സരങ്ങൾ എങ്ങനെയാണ്, ശക്തി എങ്ങനെയാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ ആഘോഷങ്ങളുടെ ദിവസം തന്നെയാണ്. ആദ്യപടി എന്നോളം ഒരു വലിയ പ്രതീക്ഷയോടെ 2 സംഘങ്ങൾ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയിട്ടുണ്ട്. കണ്ണൂരും കോഴിക്കോടുമാണ്. വലിയ വാശിയേറിയ പോരാട്ടം തുടങ്ങുമെന്ന് തന്നെയാണ് ഇരു സംഘവും പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ക്യാമറമാൻ പോൾ ശ്രീകാര്യത്തോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ, കേരള വിഷൻ ന്യൂസ്.